റീൽസിലൊക്കെ പലരുടെയും കണ്ടിട്ടുണ്ടാവും. എന്നാലും നമ്മൾ കപ്പടിക്കാൻ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. ചേച്ചിക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് ഉണ്ടാവും? ഫേവറേറ്റ് അങ്ങനെയില്ല, പക്ഷെ ഇപ്പൊ കാണുന്നത് വെച്ചിട്ട് എനിക്ക് കപ്പടിക്കാൻ എനിക്കറിയില്ല. പക്ഷേ ഒരു 5 പേര് ടോപ്പ് 5 എത്തുന്നത് എനിക്ക് അനീഷ് ഏട്ടൻ എത്തുമായിരിക്കാം. നൂറ് നന്നായിട്ട് അത്യാവശ്യം പിന്നെ നെവിനും നല്ല രസമാണ്. അവര് അതിന് കൂടുതൽ കഷ്ടപ്പെടുന്നത് അവർക്കാണ്. കുറച്ചുള്ള കാരണം ആ കുറച്ച് നേരത്തെ പിടിച്ചു നിൽക്കുന്നത് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ വോട്ടിംഗ് PR ആണ് തീരുമാനിക്കണേന്ന് പറയും. PR കളികൾ ഒത്തിരി നടക്കുന്നുണ്ട്. ബിഗ് ബോസിൽ ഇങ്ങനെ ആധിപത്യം എടുത്തു കഴിഞ്ഞാൽ ജെന്യുവിനിറ്റി നമുക്ക് ഇല്ലാതെ ആവില്ലേ? അല്ല, അത് ബിഗ് ബോസിന് അറിയുന്നില്ലല്ലോ. ബിഗ് ബോസ് നോക്കുന്നത് വോട്ട് കയറുന്ന മാത്രമല്ല, അതിപ്പോൾ ആരൊക്കെ കൊടുത്തിട്ടില്ല അവർക്കറിയില്ല. അവർ നോക്കുന്ന വോട്ട് ബേസാണ്. അപ്പോൾ അതിപ്പോൾ നമ്മൾ ആക്റ്റീവായിട്ട് നിന്നാലും ആക്റ്റീവ് അല്ലാതെ നിന്നാലും വോട്ടുണ്ടോ അവർ നിൽക്കും. വോട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഇപ്പം വരുന്ന ഓരോ കണ്ടസ്റ്റൻസിനും ചോദിക്കാൻ പറ്റും, നിങ്ങൾ കൊടുത്തിട്ടാണോ വന്നേ എന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു സീസണിൽ എല്ലാം ഔട്ടായി. അതിരിക്കുന്ന അകത്തുള്ളവർ തന്നെ സംസാരിച്ച് ഔട്ടാക്കിയത്, പുറത്തുള്ളവരല്ല. അത് അവരുടെ മിസ്റ്റേക്ക്. ഈ വോട്ടിങ്ങിന് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. വോട്ടിങ്ങിനും അതായത് എന്താ പറയുക, ഇപ്പോൾ ഒരു ലാർജ് സ്കെയിലിൽ ഒരു ബൾക്ക് വോട്ടിംഗ് പരിപാടികളൊക്കെ നടക്കുന്നു എന്നും പറയുന്നുണ്ട്. കേട്ടായിരുന്നോ? വലിയ പിടുത്തില്ല, ശരിക്കും ഞാൻ കൊടുത്തിട്ടില്ല, എനിക്കറിയത്തില്ല.